അടുത്ത ആഴ്ച നിങ്ങൾക്ക് ദേവിയുടെ ഏതൊക്കെ ഭാവങ്ങളിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് കാർത്യായനി ദേവി അഥവാ ചണ്ഡികാ ദേവിയാണ്. നിങ്ങൾക്ക് എല്ലാവിധ നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. കൂടാതെ നിങ്ങളിലേക്കൊരു ഡിവൈൻ പവറിൻ്റെ അനുഗ്രഹമാണ് വരുന്നത്. നിങ്ങൾക്ക് ശത്രുക്കളെ എതിരിട്ട് ജയിക്കാനും ശക്തമായി മുന്നേറാനുമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവിയിൽ നിന്ന് ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി മഹാഗൗരി ആണ്. സ്ത്രീകൾക്കാണ് കൂടുതൽ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ത്രീജന്യമായ അസുഖങ്ങൾ, സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന പ്രത്യേക എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാനുള്ള സമയമാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ കൂടുതൽ സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരും ആയിരിക്കും. ഈ സൗന്ദര്യം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല, നിങ്ങളുടെ ആന്തരികമായ സൗന്ദര്യത്തെയാണ് ദേവി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്തതായി ദേവി സരസ്വതി. സരസ്വതി എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ ദേവതയാണ്, വിദ്യയുടെ ദേവതയാണ്, അറിവിൻ്റെ ദേവതയാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരും. അല്ലാത്തവരാണെങ്കിലും ചിലർക്ക് സ്പിരിച്വൽ നോളജ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ പഠനങ്ങൾ നടത്താനും പ്രോഗ്രസ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതായി പാർവതി ദേവിയാണ്. ഇവിടെ നൽകുന്ന അനുഗ്രഹം നിങ്ങൾ കൂടുതൽ ഫെമിനിൻ ക്വാളിറ്റീസ് പ്രദർശിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതായത് ദയ, മാതൃത്വം, അതുപോലെ സപ്പോർട്ടീവ്നെസ്, അതായത് ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള മറ്റുള്ളവരെ ആയിരിക്കാം, അവർക്ക് സപ്പോർട്ട് നൽകണം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് ശ്രീ ഗണേശാണ്. എല്ലാവിധ വിഘ്നങ്ങളും വിഘ്നേശ്വരനാൽ നിങ്ങളുടെ പാതയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും, അറിവ്, അതുപോലെ ശക്തി, പ്രൊട്ടക്ഷൻ എല്ലാം നിങ്ങൾക്ക് ദേവി വാരിക്കോരി നൽകുന്നുണ്ട്. അതുപയോഗിച്ച് മറ്റുള്ളവരോട് ദയ കാണിക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുക.